അപ്പോൾ ഇന്ന് ഹോം ടു കൊച്ചി വ്ളോഗാണ്. വെറൈറ്റി ആയിട്ടില്ലേ? എന്തായാലും ഇന്നും ഇതൊക്കെ തന്നെ, പക്ഷേ എനിക്ക് വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങ് കണ്ടിരിക്കാം അല്ലേ. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. തലേദിവസത്തെ മൈഗ്രെയിനാണ്. ഓബിയസ്ലി എനിക്ക് അങ്ങനെ പാസ് ഓൺ ചെയ്യും. അങ്ങനെയാണ്. അത് മൈഗ്രെയിനുള്ളവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. എത്ര ഉറങ്ങിയാലും മാറാത്തൊരു സംഭവമാണത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും. അതായത് ടീഷർട്ടും പാൻറ്റും, എൻ്റെ ബാഗ് അടക്കം ബ്ലാക്ക് ആയിരുന്നു. എൻ്റെ ബണ്ണും ബ്ലാക്കാണ്, പക്ഷേ എൻ്റെ ഫോൺ ബ്ലൂവും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മറ്റേ ഫോൺ റെഡും. വാവ്, എന്താ രസം. അങ്ങനെ നമ്മൾ നേരെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. എന്നും ഇങ്ങനെ നേരത്തെ റെഡി ആയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന ഒരു ശീലമാണ്. അതിലൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ട്രെയിൻ എടുക്കാൻ നമ്മൾ നോക്കും, വെർ ഇസ് മൈ ട്രെയിൻ ആപ്പിൽ നോക്കിയിട്ട്. അപ്പോൾ ഗുരുവായൂർ ടു എറണാകുളമുള്ള ട്രെയിനാണ് സംഭവം. അത് നമ്മളൊരു ഒല്ലൂർ എത്തണ്ട, തൃശ്ശൂർ പൂങ്കുന്നം എത്തുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും. 20 മിനിറ്റ്സ് കൂട്ടണം, കാരണം ആമ്പിലൊരു ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ നേരെ കയറി പോന്നു, അച്ഛനും അമ്മയും ഞാനും. നമ്മളിങ്ങനെ നോർമലി ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സീറ്റ് കിട്ടും, അതും എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ അത് നോക്കിയിരുന്നു. പിന്നെ അവിടെ ട്രെയിനിൽ അപ്പോൾ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് അവിടുത്തെ ഷോർട്സ് ഒന്നും അധികം എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ നേരെ ട്രെയിനൊക്കെ ഇറങ്ങി നേരെ തന്നെ ഓഫീസിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ.